ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ മാങ്ങാ പെരട്ട അച്ചാർ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാണ്ട് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഇതാ 3 മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് പുളിയുള്ള മാങ്ങ വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അങ്ങ് ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത്. അപ്പോൾ മാങ്ങ കഴുകിയിട്ട് ഇതാ അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മളിത് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ചൊരു 2 മണിക്കൂർ ഉണക്കിയെടുത്തതാണ്. നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചാൽ മതിയാകും. ഒരുപാടങ്ങ് വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതൊരു ചട്ടി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മൾ ഉലുവയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കടുക് പൊട്ടി വരുന്നവരെ, ഉലുവേൻ്റെ കളർ മാറി വരുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എള്ളെണ്ണയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എള്ളെണ്ണ ചേർത്ത അച്ചാർ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഏകദേശം 1 ടേബിൾ സ്പൂൺ മതിയാകും. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കളർ മാറി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വറ്റൽമുളകും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമ്മൾ കടുകും ഉലുവയും വറുത്തത് മിക്സിയിലിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ സെയിം ചട്ടിയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. അതുപോലെ പൊടിച്ച് വെച്ച സാധനങ്ങളും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓണാക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ എള്ളെണ്ണയും ചേർത്ത് കൊടുക്കാം. വെള്ളെണ്ണ ചൂടാക്കിയതിന് ശേഷം ആറിയിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാറിന് നമുക്ക് കളർ കുറവാണ്. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവും കുറച്ച് കുറവേനും. ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില്ല് ബോട്ടിലാക്കിയിട്ട് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.